കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണം കോൺഗ്രസിനെ തളർത്തിയത് ചെറുതായിട്ടൊന്നുമല്ല. എന്നാൽ ഇത്തവണ കോൺഗ്രസിനോട് ഭയപ്പെടേണ്ട എന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് രാജ്യസഭാ എംപിയും പാർട്ടി നേതാവുമായ ദീപേന്ദർ ഹൂഡയുടെ വാദം. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. JP നദ്ദ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളയാളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വേളയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയുമാണ് ഉണ്ടായത്. ഹിമാചലിൽ സംഭവിച്ചത് ഹരിയാനയിലും ആവർത്തിക്കുമെന്നാണ് നദ്ദയോട് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് BJP കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ദീപേന്ദർ ഹൂഡ ആരോപിക്കുന്നുണ്ട്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ BJP രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനു വേണ്ടി പാർട്ടി സംസ്ഥാനത്ത് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP പ്രസിഡന്റ് JP നദ്ദയും ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും ചേർന്ന് ശനിയാഴ്ച പഞ്ച്കുളയിൽ വൻ റോഡ് ഷോ നടത്തിയിരുന്നു. 3 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് ഹരിയാനയിലേക്ക് പര്യടനം നടത്തുന്നത്. നദ്ദ ടാങ്ക് ചൌക്കിൽ നിന്ന് ബെല്ലവിസ്ത ചൌക്കിലേക്ക് 1 കിലോമീറ്ററിന് മുകളിലാണ് റോഡ് ഷോ നടത്തിയത്. ആ റോഡ് ഷോയിൽ നദ്ദ മോദിയെ പുകഴ്ത്തി പറയാൻ മറന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റിമറിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം ജാതിയിൽ അധിഷ്ഠിതമായിരുന്നു. ഭിന്നിപ്പിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി. പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഒരു പുതിയ രാഷ്ട്രീയ സന്ദേശം നൽകി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഇനി ഈ മാർഗത്തിലൂടെ മാത്രമേ രാജ്യം മുന്നോട്ട് പോകൂ. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി രാജ്യത്തെ ശക്തിപ്പെടുത്തിയ രീതി ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടുമെന്നും നദ്ദ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കുകയാണ് BJP ഇന്ന്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അടുത്തിടെ നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് ഗുണകരമായെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്തതെന്ന് BJP നേതൃത്വം കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ BJP ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് എങ്ങനെ ഗുണം ചെയ്തുവെന്നത് സംബന്ധിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാന അധ്യക്ഷന്മാർ 2 ദിവസത്തെ BJP ദേശീയ ഭാരവാഹി യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ആദ്യ 2 സ്ഥാനാർത്ഥി പട്ടികയിലെയും നേതാക്കളിൽ വലിയ പങ്കും വൻ വിജയം സ്വന്തമാക്കിയെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJP ആലോചിക്കുന്നത്. ഫെബ്രുവരിയിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഏതാനും പ്രമുഖരോടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടേക്കും. നേരത്തെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്ന മധ്യപ്രദേശിൽ MP-മാരെ തന്നെ കളത്തിലിറക്കിയായിരുന്നു BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേന്ദ്രമന്ത്രിയടക്കം 6ഓളം MP-മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 375 വരെ സീറ്റുകൾ നേടുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ ഇക്കുറി നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കുമെന്നാണ് നേതൃത്വം ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുമുണ്ട്. കർണാടക, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP പ്രതീക്ഷ പുലർത്തുന്നുണ്ട്.